2018 പ്രളയത്തിന്റെ ബാക്കിപത്രമായ പമ്പ നദിയുടെ തീരമിടിച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പമ്പയുടെ കരകളിൽ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന തരത്തിൽ തീരമിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാണ്ടനാട് പഞ്ചായത്ത് 13-ാം വാർഡിൽ 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് തീരമിടിയുന്നത്. കൗസ്തുഭത്തിൽ അരവിന്ദൻ, തയ്യിൽ വീട്ടിൽ ഗിരിജാകുമാരി, കണ്ണങ്കര ശ്രീവത്സം വീട്ടിൽ ചന്ദ്രലേഖ എന്നിവരുടെ വീടുകൾക്കാണ് തീരമിടിച്ചിൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത്. 1999 ഭൂമി രജിസ്റ്റർ ചെയ്തപ്പോഴുണ്ടായിരുന്നത് 18 സെന്റ് സ്ഥലമായിരുന്നു. ഇന്നത് 14 സെന്റായി ചുരുങ്ങിയതായി ശ്രീവത്സത്തിൽ ചന്ദ്രലേഖ പറയുന്നു. 4 സെന്റ് ഭൂമിയാണ് പ്രളയശേഷം ഇവർക്ക് നഷ്ടമായത്. പ്രളയത്തിൽ വീട് പൂർണ്ണമായും മുങ്ങി. തുടർന്നാണ് വീടിനോട് ചേർന്ന പമ്പ നദിക്ക് സമീപം തീരമിടിയാൻ തുടങ്ങിയത്. കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തോടു കൂടി എൻ്റെ വീടിൻ്റെ പല ഭാഗങ്ങളും പൊട്ടലും ഫൗണ്ടേഷൻ സഹിതം പൊട്ടുകയും ആറിൻ്റെ ഇടുകയും ചെയ്ത്. അതിൻ്റെ പേര് അന്നത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ജോജി മെമ്പറുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇതിൻ്റെ ഫോട്ടോ സഹിതം എടുത്ത് ഇറിഗേഷൻ വകുപ്പിലും കളക്ട്രേറ്റിലും പഞ്ചായത്തിലും പരാതി കൊടുത്തിരുന്നു, MLA ഓഫീസിലും. അന്ന് ആ പരാതി പ്രകാരം 15 ലക്ഷം രൂപ പ്രൈസ് മണിയാണെന്നും പറഞ്ഞ് MLA ഓഫീസിൽ എനിക്ക് നമ്പരും കാര്യങ്ങളും അവരന്ന് തന്നായിരുന്നു. അതിനുശേഷം മുന്നോട്ട് യാതൊരു പ്രവർത്തനവും ഇല്ലാത്തതിനാൽ 2021 വീണ്ടും ഞാൻ ഈ പരാതി പഞ്ചായത്ത് തലത്തിലും വില്ലേജ് ഓഫീസും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും MLAയ്ക്കും കൊടുത്തിരുന്നു. വില്ലേജ് ഓഫീസറാണെങ്കിൽ പഞ്ചായത്തിലേക്ക് ലെറ്റർ കൊടുത്തിട്ട് ഇത് വന്ന് നോക്കി എൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഇത് ഫൗണ്ടേഷൻ കെട്ടി ഈ വീടിന് സംരക്ഷണ ഭിത്തി കൊടുക്കണമെന്നുള്ള റിപ്പോർട്ടാണ് വില്ലേജ് ഓഫീസർക്ക് ആ പഞ്ചായത്തിൽ നിന്ന് വന്ന് ഉദ്യോഗസ്ഥ കൊടുത്തത്. ചന്ദ്രലേഖ അന്നു മുതൽ സർക്കാർ ഓഫീസുകൾ കയറാൻ തുടങ്ങിയതാണ്. കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ അടക്കം പൊട്ടലുള്ളതായും മുൻവശം സംരക്ഷണ ഭിത്തി കെട്ടി ബലപ്പെടുത്തണമെന്നും റിപ്പോർട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഭാവിയിൽ മണ്ണിടിച്ചിലുണ്ടായി കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും 2021 പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെ സാക്ഷ്യപ്പെടുത്തി. എന്നാൽ റിപ്പോർട്ട് വന്ന 3.5 വർഷം പിന്നിടുമ്പോഴും തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു. തിട്ടയിടിച്ചിൽ തുടരുകയും ചെയ്യുന്നു. കൗസ്തുഭത്തിൽ അരവിന്ദന്റെ വീടിന്റെ മുമ്പിലെ പമ്പയുടെ തീരം കിട്ടുന്നതിന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മാന്നാർ ഡിവിഷന്റെ മെമ്പറുടെ തനത് ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിക്കുകയും ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നദിയുടെ മറുകരയായ 1-ാം വാർഡിൽ സംരക്ഷണ ഭിത്തി കെട്ടി ബലപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ അവിടെ നിന്നുമുള്ള വെള്ളത്തിന്റെ തള്ളലുമുണ്ട്. നദിയിലൂടെ ദിവസേന സ്പീഡ് ബോട്ടുകളടക്കം പോകുന്നതോടെ തള്ളൽ ശക്തമാകുന്നു. പാണ്ടനാട് കൊട്ടാരത്തിൽ കടവ് മുതൽ മുണ്ട്രക്കടവ് വരെയുള്ള 1 കിലോമീറ്റർ ഭാഗത്തെ മറ്റു 4 വീടുകളുടെയും തീരമിടിയുന്നുണ്ട്. വെള്ളം കയറി തിട്ടയിടിഞ്ഞ് ആറ്റിലേക്ക് ഇറങ്ങുന്നതിനാൽ വീടുകളുടെ അസ്ഥിവാരത്തിനും ബലക്ഷയമുണ്ടാകുന്നു. ഭിത്തികൾ പൊട്ടുകയും തറയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നദി കവർന്ന ഭാഗങ്ങളെല്ലാം സമീപകാലം വരെ വിവിധ കരകൃഷി ചെയ്തു വന്നിരുന്നതാണ്. ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഇപ്പോൾ നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. നദിക്ക് അഭിമുഖമായുള്ള വീടുകളും തീരദേശവും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. കാലവർഷം എത്തുന്നതോടെ സ്ഥിതി രൂക്ഷമാകുമെന്നും പാണ്ടനാട്ടിലെ ജനങ്ങൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.